ബിഗ് ബോസ് സീസൺ 7ൻ്റെ ഒരു അപ്ഡേറ്റാണ്. ഇന്ന് ഇവരുടെ ഈ സ്റ്റോറി മീൻസ് അവരുടെ ലൈഫ് സ്റ്റോറി പറയുന്ന ഒരു സെഷനുണ്ടല്ലോ. അതിനകത്ത് ആദ്യം സംസാരിച്ചത് നമ്മളുടെ ബിന്നിയായിരുന്നു. ബിന്നിയുടെ കഥകൾ കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര സങ്കടം തോന്നി. കാരണം ബിന്നി എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളൊന്നും അല്ലായിരുന്നു. ഇന്ന് ആ കുട്ടിയുടെ കഥകളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈഫിൽ അത് അനുഭവിക്കേണ്ടി വന്ന സ്ട്രഗിളും കാര്യങ്ങളും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട കാര്യങ്ങളും ഒക്കെ കേട്ടാൽ ഭയങ്കര സങ്കടം തോന്നി. അതിന് ശേഷമാണ് നമ്മുടെ ശൈത്യ ഇത് പറയാനായിട്ട് വന്നത്. ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആര്യനും ജിസയിലും റെനയും കൂടെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ശൈത്യയുടെ ലൈഫിൻ്റെ എനിക്ക് നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. അവർ 3 പേരും കൂടെ, അച്ഛനും അമ്മയും ശൈത്യയും കൂടെ ഒക്കെ സൂയിസൈഡ് ചെയ്യാൻ പോയതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ഈ കഥകൾ നമ്മൾ അവരുടെ തന്നെ വായിന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്. അത് അതേ അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം. കാരണം ഈ വെള്ളിക്കരണ്ടി വായി വെച്ചുകൊണ്ട് വന്നവൻ അറിയത്തില്ല ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ നെഞ്ചു പൊട്ടുന്നവൻ്റെ അവസ്ഥ. അങ്ങനെയുള്ള കഥകൾ പറഞ്ഞു വരുമ്പോൾ അല്ലെ അവരുടെ ജീവിത സാഹചര്യം പറഞ്ഞു വരുന്ന സമയത്ത് ഇങ്ങനെ കിണുകിണാന്ന് ചിരിക്കുകയാണ്. ഇവനെയൊക്കെ ബിഗ് ബോസ് തന്നെ വിളിച്ച് അടിച്ചിറക്കി പുറത്ത് വിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം ഒരാളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുത്തനെന്ന് പറയുമ്പോൾ അവനൊരു ഹ്യൂമൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പം ഈ ആര്യൻ എന്ത് റൈറ്റാണ് അവിടെ നിൽക്കാൻ? 1 2 ഇന്ന് വരെ ബിഗ് ബോസ് കണ്ടതിൽ ഏറ്റവും മോശം ഒരു ക്യാപ്റ്റനാണ്. അതായത് ഇന്ന് വരെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും മോശമായിട്ടുള്ളൊരു ക്യാപ്റ്റൻ വന്നിട്ടില്ല. അവൻ എപ്പോഴും ജിസൈലിൻ്റെ പിന്നാലെ നടക്കണം, അവളെ തോണ്ടിയും തലോടിയും ഇങ്ങനെ നടന്ന് അവൾക്ക് സപ്പോർട്ട് പറയണം എന്നാണ്. വെറും വൃത്തികെട്ട ഒരു ചെറുക്കൻ. അവൻ ഇന്നലത്തെ ഗെയിമിൽ തന്നെ പറഞ്ഞത് അവൻ്റെ മുടി മുട്ടയടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അച്ഛന് വിഷമം ഉണ്ടാകുന്നു. അച്ഛൻ എന്തോന്ന് വിഷമം? ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയല്ലേ? അച്ഛന് സിനിമയിൽ പോകുമ്പോൾ മാത്രം മുട്ടയടിച്ചാലേ ഉള്ളൂ സന്തോഷം വരുന്നത്. അത് ഇവൻ എത്രയേ ഉള്ളൂ? അതിനെക്കാട്ടി കൂടുതൽ ഇപ്പോൾ ഇവൻ ബിഗ് ബോസിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ളവനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞ് എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. അപ്പം ആ റെന ഫാത്തിമ എന്ന് പറയുന്ന ആ പെൺകുട്ടിയാണ്. അവളും കുറേയൊക്കെ സ്ട്രഗിൾ ചെയ്ത് വന്നത്. പക്ഷേ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച ഒരു കൊച്ച്. ഒരാളോട് മര്യാദയ്ക്ക് സംസാരിക്കുന്നത്, അതിനകത്ത് എല്ലാവരും അവളെക്കാട്ടി മുതിർന്നവരാണ്. പക്ഷേ അവളുടെ ഒരു അഹങ്കാരവും രീതിയും കണ്ടു കഴിഞ്ഞ് ഇങ്ങനെയൊന്നും ആവരുത്. അനു അന്ന് പറഞ്ഞതിന് ആ കുട്ടി ഒരുപാട് പ്രതിഷേധിച്ചു. എന്താ പിന്നെ വീട്ടിലുള്ളവർ വളർത്തിയതിൻ്റെ ദോഷം ഏതൊക്കെയാണെന്ന് ഞാനും പറയത്തുള്ളൂ. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം നടന്നതും. ആര്യൻ അഭിലാഷിൻ്റെ ചെരുപ്പ് വലിച്ചെറിയുന്നുണ്ട്. ഇവനെ ആ ചെരുപ്പ് എടുത്തിട്ട് തല്ലണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അത്രയും അഹങ്കാരം കാണിക്കുന്നവനൊക്കെ ആ ചെരുപ്പ് ആ മേത്ത് കൊണ്ടായിരുന്നെങ്കിൽ മേത്ത് കൊള്ളണമായിരുന്നു, കൊണ്ടുവച്ച് ഇവനെ ഇവിടെ ഇറക്കി വിടണമായിരുന്നു. ആര്യൻ ഒട്ടും തന്നെ ഡിസർവ് അല്ല ഈ ഒരു പ്രോഗ്രാമിൽ നിൽക്കാനായിട്ട്. വന്നത് മുതൽ അവൻ ഇങ്ങനെ ഒരുമാതിരി വൃത്തികെട്ട കളി, അവനെന്തോ വലിയ സംഭവമാണ്, അവൻ വെള്ളിക്കരണ്ടിയും വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെയുള്ളവരായിക്കോട്ടെ അതിനകത്ത് നിൽക്കുന്നത്. പക്ഷേ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാവരുത്. ഒരാളുടെ ഫീലിങ്സിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അതും ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമൊന്നുമല്ല പറയുന്നത്. അത്രയും വേദനാജനകമായ കാര്യങ്ങൾ പറയുമ്പം അതിനനുസരിച്ച് നിൽക്കാൻ വയ്യാത്തവന്മാരെ തല്ലി ഇറക്കി വിടുക എന്നുള്ളതാണ് ബിഗ് ബോസ് ചെയ്യേണ്ടത്.